സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൻ്റെ അവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടി. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടു. ഇത് നമുക്ക് 7 ദിവസത്തേന് ഇട്ടതിന് 40 പൗണ്ടാണ് ആയിട്ടുള്ളൂ. 40 പൗണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് UK വന്ന ഒരു എയർപോർട്ടിൽ ഇത്രയധികം തിരക്ക് കാണുന്നത്. അബീസിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു മൊറോക്കൻ ട്രിപ്പ് പോവുകയാണ്. 7 ദിവസം നിൽക്കുന്ന ഒരു മൊറോക്കൻ ട്രിപ്പാണ്. ഞങ്ങൾ 7 പേരുണ്ട്, ഞാനും എൻ്റെ വൈഫും. പിന്നെ നമ്മൾ പോകുന്നത് ജോ ഡെസ്റ്റിനേഷൻ്റെ ഒപ്പമാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറയാം. ഇതൊരു പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. കാര്യം ഒരു ട്രിപ്പെങ്കിലും കുറച്ച് എന്താ പറയണ സമാധാനത്തിൽ ഞാൻ പറയണില്ല. നമ്മൾ പോയ ട്രിപ്പെല്ലാം അടിച്ചു പൊളിച്ചും സമാധാനത്തിനുമാണ്. പക്ഷെ ഒത്തിരി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഓണമായതുകൊണ്ട് തന്നെ നാട്ടിൽ പോയിക്കോണം. അപ്പം ഞങ്ങളാകെ 2 പേരുള്ളായിരുന്നു. നാട്ടിൽ പോകാൻ പറ്റിയില്ല. പിന്നെ കൂട്ടുകാരൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും അങ്ങനെ പ്ലാൻ ചെയ്ത് പോയി. അപ്പോൾ ഈ തവണ ഞാൻ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് കൊളാവണ്ടല്ലോ എന്ന് ഓർത്ത് പ്ലാനിങ് മൊത്തം നമ്മുടെ ജോ ഡെസ്റ്റിനേഷന് കൊടുത്ത് അവർക്കോടൊപ്പമാണ് പോണത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറിയ പേയ്മെൻറ്റിൻ്റെയൊക്കെ ഒരു വ്യത്യാസം വന്നുള്ളൂ. എന്താ പറയുക, ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്, ഫുഡുണ്ട്. പിന്നെ അവർ ഈ 7 പേർക്കൂടൊപ്പം ബസ്സിൽ ഒരേ സ്ഥലത്തോട്ട് എല്ലാ സ്ഥലവും നമുക്ക് കവർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതാണ് ഏറ്റവും നല്ലത് നോക്കി. മറ്റേത് ഞാൻ തന്നെ വണ്ടി എടുത്ത് ഞാൻ തന്നെ ഓടിച്ച് എന്തിനാ അത്രയും ടയർഡാവണം. ഒരു ട്രിപ്പ് പോകണം, ഒരു റിലാക്സിങ്ങിനാണ്. ട്രിപ്പ് വന്നു കഴിയുമ്പോൾ അതിനും വലിയ ബുദ്ധിമുട്ടിലാവും നമ്മൾ. അതുകൊണ്ട് ഈ തവണ ഇവർക്കോടൊപ്പം പോകാമെന്ന് ഓർത്തു. സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൻ്റെ അവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടി. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടു. ഇത് നമുക്ക് 7 ദിവസത്തേന് ഇട്ടതിന് 40 പൗണ്ടാണ് ആയിട്ടുള്ളൂ. 40 പൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ബുക്ക് ചെയ്യാം, ഇതെങ്ങനെ ഇടാം. ഞങ്ങളിപ്പം അൽബേനിയ പോയിപ്പം നമ്മൾ ലൂട്ടൺ എയർപോർട്ടിലും ഇങ്ങനെ തന്നെയാണ് ഇട്ടേണത്. അതേ നമ്മുടെ വണ്ടി കിടക്കണം, ഇൻസിഗ്ന. കാര്യം നമ്മളിവിടെ വണ്ടി ഇട്ട് ലാഭിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ 18 പൗണ്ടാണ് കാണിക്കുന്നത്. കാര്യം എടി എത്ര മൈലുണ്ട് ഇവിടുന്ന് എയർപോർട്ട്? 4 മൈൽ അല്ലേ? 4 മൈൽ പോവാൻ 18 പൗണ്ട്. ഞങ്ങളിവിടെ വണ്ടി ഇട്ടത് 12:40-ന് 12:34-ന് ഇതേ ആ സ്റ്റോപ്പിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു. ഇനി ബസ്സുള്ളത് 1:10-നാണ്. ബസ്സിനാണെങ്കിൽ വെറും 20 മിനിറ്റ് ഉള്ളൂ. അപ്പം ബസ്സിനാണെങ്കിൽ 4 പൗണ്ടുള്ളൂ. അപ്പം ഇതൊരു നല്ലൊരു ഇൻഫർമേഷനാണ്. നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ഈ വീട്ടിൽ വണ്ടി ഇടാം. എന്നിട്ട് നിങ്ങൾ ആ ബസ്സിൻ്റെ ടൈം ഒന്ന് നേരത്തെ നോക്കിയാൽ മതിയായിരുന്നു. ബസ്സിൻ്റെ അടുത്ത് ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. അവരെല്ലാം അവർക്കുടെ പാർക്കിംഗ് സ്ലോട്ട് കൊടുക്കണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ചെറിയ റേറ്റിന് കിട്ടും. ഒരു ദിവസത്തേക്ക് 4 പൗണ്ട്, ഫുൾ ഡേറിന് 4 പൗണ്ട്, 8 പൗണ്ട്. അത് നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതനുസരിച്ച്. പിന്നെ മാഞ്ചസ്റ്ററിന് ഏകദേശം 3.5 മണിക്കൂർ ട്രാവലുണ്ട് ഇങ്ങോട്ട്. പക്ഷെ നല്ല ഡ്രൈവായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ വന്നോയ്ക്ക് ഒരു ടോളുണ്ട്. ആ ടോളിൽ നമ്മൾ 10 പൗണ്ടും 50 PU ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്, സോ ഫാർ സോ ഗുഡ്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട്. പിന്നെ അത് എൻ്റെ കയ്യിൽ ഈ ഒരു ചെറിയ സ്കൂൾ ബാഗ്, പിന്നെ ഭീമയുടെ കയ്യിലും ചെറിയൊരു സ്കൂൾ ബാഗ്. അല്ലാതെ വലിയ ലഗേജ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എക്സ്ട്രാ ലഗേജ് എടുക്കുന്നതിന് 80 പൗണ്ടാണ്. ആ 80 പൗണ്ട് ഉണ്ടെങ്കിൽ മൊറോക്കോയിൽ നിന്ന് നല്ല ടീഷർട്ട് മേടിച്ചിടാമെന്ന് നമ്മുടെ ജോബ്രോ പറഞ്ഞു. പുള്ളി എല്ലാം എന്താ പറയണ 3 മാസം കൂടുമ്പോൾ 1 or 2 ട്രിപ്പ് വെച്ച് മൊറോക്കോ പോണേ. അപ്പോൾ പറഞ്ഞു ഡ്രസ്സിനായിട്ടാണ് നിങ്ങൾ എക്സ്ട്രാ ലഗേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ അബീസ് ബ്രോ അത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അവിടെ ഡ്രസ്സ് ചീപ്പാണ്. ഓക്കെ, പിന്നെ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ വാങ്ങിയിടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ടാക്സി വിളിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ആ അമ്മച്ചി പറഞ്ഞു ഇവിടെ നിന്ന് ഒരു 6 മിനിറ്റ് നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇപ്പോൾ ബസ്സുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബസ്സുണ്ട്. ബസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ബസ്സുണ്ട്. 7 ഉണ്ട്, 7A ഉണ്ട്, 20 ഉണ്ട്. ഇതെല്ലാം സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലോട്ട് പോകും. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എവിടെയാണ് വന്നതെന്നറിയാം. 509 എടുക്കുകയാണെങ്കിൽ യു ആർ ഹിയർ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ 14 മിനിറ്റ്. അതേസമയം നമ്മൾ 58 എടുക്കുകയാണെങ്കിൽ യു ആർ ഹിയർ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് 18 മിനിറ്റ്. ഓക്കെ, അങ്ങനെ ഇപ്പം നമ്മൾ വന്നപ്പോൾ ഒരു ബസ് നമ്മൾ ചാടി കയറാൻ പോയി. ഭാഗ്യത്തിന് അയാൾ നിർത്തിയെങ്കിൽ നമ്മൾ കയറിയേനെ. അത് 7 എന്ന് പറയുന്ന ബസ്സായിരുന്നു. അത് യു ആർ ഹിയർ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് 46 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മൊറോക്കോയ്ക്ക് പോണവർക്ക് ഞങ്ങൾക്ക് ടാറ്റ കൊടുക്കേണ്ട വന്നേനെ. അപ്പം 508, അതായത് ഇവിടെ നിന്ന് 14 മിനിറ്റ് അല്ലേ? 509 ഈ 14 മിനിറ്റ് ഉള്ളൂ. ഇതിപ്പോൾ 18 മിനിറ്റ് കൊണ്ട് നമ്മൾ എയർപോർട്ടിൽ എത്തും. ഭീമ കയറിക്കോ. സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൻ്റെ അകമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത ഫുഡ് കോർട്ടിലോട്ടാണ് നമ്മൾ പോകണം. എന്തൊക്കെ കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. നല്ല വിശപ്പുണ്ട്. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാ. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഇവിടെ ഈ ബർഗർ കിങ്സ് തന്നെ ഉള്ളു മെയിന്. പിന്നെന്താണ്, ബർഗർ കിങ്സ് തന്നെ. ഞങ്ങളങ്ങനെ ബർഗർ കിങ്സ് ഓർഡർ ചെയ്തു. പക്ഷെ ഇവിടെ ഇച്ചിരി റേറ്റാണ്. ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറിയിട്ട് അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന
സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിന്റെ അകമാണിത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ, നല്ല തിരക്ക്, ഇരിക്കാൻ പോലും സ്ഥലമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആദ്യമായിട്ടാണ് UK വന്ന് ഒരു എയർപോർട്ടിൽ ഇത്രയധികം തിരക്ക് കാണുന്നത്. അന്യായ ക്യൂ ആണ്. ഈ എയർപോർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റിൽ നല്ല പണി കിട്ടും. കാര്യം അത്രയ്ക്കും തിരക്കാണ്. ഇത്ര അധികം തിരക്ക് കണ്ടിട്ട് എനിക്കിവിടെ ടിക്കറ്റ് എങ്ങാനും ഫ്രീ കൊടുക്കണ്ടോ എന്ന് വരെ സംശയിപ്പോയി. ആ മാതിരി തിരക്കാണ് ഇവിടെ. ഇനി ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാം കേട്ടോ. വൈഫൈ ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തിന് തന്നെ മാരിക്കാശ, മൊറോക്കോയിലെ നമ്മൾ വന്ന് ഇറങ്ങിയ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്താ മൊറോക്കോ ടെലികോം അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ കുറച്ച് പേര് കൂടെ ഉണ്ട്. അപ്പോൾ അവരെ നോക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഓക്കെ, മലാഗേഷ് എന്നാണ് ഈ എയർപോർട്ടിൻ്റെ പേര്, മലാഗേഷ് അക്കോമഡേഷൻ്റെ അല്ലേ. ആ, എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ മെക്കാനിക്കൽ ഇവളോട് ചോദിച്ചു, ഇവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. എന്നോട് ജസ്റ്റ് ഫസ്റ്റ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നാ പറഞ്ഞ. ജോബ്രോ ഇപ്പൊ ഇവിടെ തന്നെ ആയിരുന്നോ? ഇപ്പൊ മൊറോക്കനല്ലേ, ഇപ്പൊ UK സിറ്റിസൺ കളഞ്ഞു, ഇപ്പൊ മൊറോക്കനായി. നല്ല ക്ലൈമറ്റ് കേട്ടോ, നല്ല ക്ലൈമറ്റ്. ഒരു വൈബ് അടിക്കുന്നുണ്ട്. സിം കാർഡ് ഇപ്പൊ എടുക്കണോ അതോ പിന്നെ എടുത്താൽ മതിയോ? എയറാലോ എടുത്തിട്ടില്ല ഞങ്ങള്. ബെറ്റർ. ആ ഓക്കെ, നമ്മുടെ ഹോട്ടൽസിലെല്ലാം വൈഫൈ ഉണ്ട്. ഡ്യൂറിംഗ് ദ ഡേ കുറച്ച് സമയത്തൊക്കെ എന്നാ അത് എടുക്കാതിരിക്കാന്നല്ല, അത്ര നേരം ഫോണിൽ നോണ്ടല്ലോ. ഫുള്ള് അടുത്ത ട്രിപ്പിന് ഇപ്പൊ വൈഫ് ഉണ്ടോ അറിയില്ല. ആളവിടെ കിടന്ന് വിഷയമായിരുന്നു ഇങ്ങോട്ട് വരാൻ നേരത്ത്. നിങ്ങളൊക്കെ ഓൺലൈൻ്റെ ഒരു വൈബും ഉണ്ട്. പക്ഷെ എന്നാ പിന്നെ കൊണ്ടുവന്നോ ഇടയ്ക്ക് ഒരു 1-2 ഡ്യൂട്ടി കയറി വന്നേ. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ വന്ന് എല്ലാം സെറ്റ് ചെയ്തു അല്ലേ? നിങ്ങൾ വരുമ്പോ നമ്മളിവിടെ വന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണ്ടേ? ശരി, എനിക്ക് 1-2 വേറെ കുറച്ച് പരിചയങ്ങളുണ്ടായിരുന്നു. നമ്മളെടുത്ത റൂം അടിപൊളി റൂമാട്ടാ. അപ്പോൾ മൊറോക്കോ ഡേ 1 നമ്മുടെ മറാക്കിഷ് എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മളെടുത്ത റൂം ഇതാണ്. നമ്മളെടുത്തല്ലാട്ടോ, ഇതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻവോൾവ് ആണ്. കയറുമ്പോൾ തന്നെ ചായ കുടിക്കാനും ഇതും പിന്നെ എല്ലാത്തിനും, പിന്നെ ലോക്കറിന് ലോക്കർ, പിന്നെ ചെറിയ കൂളറിന് കൂളർ, നല്ല ചില്ലായിട്ട് എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. പിന്നെ അത് വെള്ളവും ചോക്ലേറ്റ്സും അതും കാര്യങ്ങളും. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂമാണെങ്കിലും അടിപൊളി, ഒന്നും പറയാനില്ല, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഇവരുടെ ബാത്റൂമിലാണെങ്കിലും ഉണ്ടല്ലോ, ഒരു ലക്ഷറി ടൈപ്പ് ബാത്റൂമാണ്. റൂമിൽ ഇടാനുള്ള ചെരുപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരിക്കുന്നു. അത് നമ്മൾ കണ്ടില്ല, നമ്മളിപ്പോൾ ജസ്റ്റ് വന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഈ കോലത്തിൽ നമുക്ക് ഈ റൂം കിട്ടൂല. അതുകൊണ്ടാണ് വന്നപ്പോൾ തന്നെ എടുക്കുന്നത്. ഒരു ഗൾഫിലേക്ക് വന്ന ഫീലാട്ടോ. ജെല്ല് തുറന്നു തരാൻ ഒരു നൈസ് ചൂട് കാറ്റ്, ഒരു നൈസ്. ഇപ്പം നമ്മുടെ UK ക്ലൈമറ്റ് അല്ലേ, ആ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ മൊറോക്കോയിൽ. ഇപ്പോഴേക്കും വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ടൈമാണ് മൊറോക്കോയിൽ. അപ്പം ബാക്കി കാര്യങ്ങൾ, അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഒരു ബിരിയാണി കഴിച്ചു നോക്കാമെന്ന് ഓർത്തു. നമ്മളൊന്ന് താഴത്തോട്ട് ഇറക്കാൻ പാ. അപ്പം നമ്മുടെ UK മോൺസോ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാശ് എടുക്കാം. നമ്മൾ ഒത്തിരി തവണ ട്രാൻസാക്ഷൻ ചെയ്യരുത്, കാര്യം എല്ലാ ട്രാൻസാക്ഷനും ഫീ ഉണ്ട്. അപ്പോൾ ഒരു തവണ മാക്സിമം ഒരു 400 പൗണ്ടൊക്കെ എടുക്കുവാണെങ്കിൽ ഓക്കെയാണ്. അത്യാവശ്യം ഇവിടുത്തെ 5000-ന് മുകളിൽ നമുക്ക് കിട്ടും. ഇപ്പം ഞാനെടുത്ത 350 പൗണ്ടാണ്. 4200 മൊറോക്കൻ ദിർഹംസ് ആണ് നമുക്ക് 350 പൗണ്ട് മാറിപ്പോൾ കിട്ടിയത്. ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീ എടുക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാശ് എടുത്തു വയ്ക്കണമായിരിക്കും നല്ലത്. കാര്യം ഓരോ തവണ ഇടുമ്പോൾ ഈ സെയിം ട്രാൻസാക്ഷൻ ഫീ അവർ പിടിക്കും. ഇപ്പം എൻ്റെ പിടിച്ചത് 44 ദിർഹംസ് ആണ്. 55 ദിർഹംസ് ആണ് അവർ പിടിച്ചത്.